നമസ്കാരം, ഞാൻ വേണുഗോപാൽ. എല്ലാവർക്കും ഓപ്ഷൻ റൈറ്റർ ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ ബേസിക് സ്ട്രാറ്റജിയായ ഷോർട്ട് കോൾ, രണ്ടാമത്തെ ബേസിക് സ്ട്രാറ്റജിയാണ് ഇവിടെ വിവരിക്കാൻ പോകുന്നത് ഡാറ്റ പോയിന്റ് വെച്ച്. ഇന്ന് ഒക്ടോബർ 7-ാം തീയതി ഇവിടെ കാണുന്ന ഈ മാസത്തെ എക്സ്പയറിയുടെ ഷീറ്റാണ്, എൻ്റെ മെയിൻ സോഫ്റ്റ്വെയറിൻ്റെ ഷീറ്റാണ്. ഇവിടെ നിങ്ങൾക്ക് കാണാം നിഫ്റ്റി 11,719, അതായത് 11,700 എറ്റ് ദ മണി. മാക്സ് പെയിൻ കാണിക്കുന്നത് 11,500 ഈ മാസത്തിൽ. അപ്പോൾ ഇവിടെ എൻ്റെ ചിന്താഗതി മാർക്കറ്റ് താഴെ വന്ന് 11,500 ഈ മാസം ക്ലോസ് ചെയ്യും. അതായത് 11,700 മുകളിൽ പോകില്ല എന്നുള്ളതാണ് എൻ്റെ ചിന്താഗതി. അതുകൊണ്ട് ഞാനിവിടെ 11,700 കോള് ഷോർട്ട് ചെയ്യാമെന്ന് വരുന്നു. മാർക്കറ്റ് മൈൽഡ് ബെയറിഷ് എന്നുള്ള പോയിന്റ് വെച്ചുകൊണ്ട് ഞാൻ സ്ട്രാറ്റജിയുടെ പേജ് കാണിച്ചു തരാം. ഇവിടെ മൈൽഡ് ബെയറിഷ് എന്ന്, അതായത് സെൽ കോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാർക്കറ്റ് താഴെ വന്നില്ലെങ്കിലും മുകളിൽ പോകില്ല. അതാണ് എൻ്റെ തിങ്കിങ്. എൻ്റെ പേജിലേക്ക് പോകാം. ഇതാണ് ഷോർട്ട് കോൾ എന്ന് പറയുന്നത്. ഷോർട്ട് കോൾ എന്ന് പറഞ്ഞാൽ മൈൽഡ് ബെയറിഷ് ആകുമ്പോൾ നമ്മൾ മാർക്കറ്റ് താഴെ പോയില്ലെങ്കിലും മുകളിലേക്ക് പോകില്ല. 11,700 താഴെ, ഈ അറ്റ് ദ മണിയിൽ താഴെ ഈ മാസാവസാനം മാർക്കറ്റ് അവസാനിക്കും. ഇപ്പോൾ 11,700 പ്രീമിയം 209.8 ഇതിൻ്റെ പ്രീമിയം. ആ പ്രീമിയം ഇൻറ്റു 75 എന്ന് പറയുന്ന 15,735 ഞാൻ ഈ ഒരു കോള് വിൽക്കുമ്പോൾ, ഷോർട്ട് കോൾ എന്ന് പറയുമ്പോൾ കോള് വിൽക്കുമ്പോൾ എനിക്ക് കിട്ടുന്ന പ്രീമിയം. അതാണ് എൻ്റെ മാക്സിമം ബെനിഫിറ്റ്. അതായത് 15,735 എനിക്ക് മാക്സിമം കിട്ടാവുന്നത്. മാർക്കറ്റിന് മുകളിൽ പോയി കഴിഞ്ഞാൽ ബ്രേക്ക് ഈവൻ പോയിന്റ്, എനിക്ക് നഷ്ടം വരാവുന്ന പോയിന്റാണ് 11,909.8. ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ സ്ട്രൈക്ക് പ്രൈസ് പ്ലസ് എനിക്ക് കിട്ടുന്ന പ്രീമിയം, ഈ രണ്ടും കൂടി കിട്ടുന്നു. അതിന് മുകളിൽ പോയാലാണ് നമുക്ക് നഷ്ടം സംഭവിക്കുന്നത്. ഇവിടെ കാണിച്ചു തരാം. ഇതാണ് പോയിന്റ്. ഞാനിവിടെ ഒരു കോള് സെല്ല് ചെയ്യുന്നു 11,700. ഇതാണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറയുന്നത് 11,909.8. അതായത് മാർക്കറ്റ് ഇവിടെ നിന്ന് മുകളിലേക്ക് പോവുകയാണെങ്കിൽ എൻ്റെ കിട്ടിയ കാശിൽ നിന്ന് ഞാൻ കൊടുത്ത് ഇവിടെ എത്തുമ്പോൾ 0 ആവും. അതിനുശേഷം എനിക്ക് നഷ്ടം സംഭവിക്കും. എത്ര മാർക്കറ്റ് മുകളിൽ പോകുന്നോ അത്രയും എനിക്ക് നഷ്ടം സംഭവിക്കും. ഇനി മാർക്കറ്റ് ഈ പോയിന്റിൽ നിന്ന് എത്ര താഴെ വന്നാലും എനിക്ക് മാക്സിമം കിട്ടാവുന്നത് എനിക്ക് കിട്ടിയ പ്രീമിയം മാത്രമാണ്. നിങ്ങൾക്ക് ഇനി ഞാൻ ഇതൊരു ഡാറ്റ അനലൈസിങ് പോയിന്റിൽ കാണിച്ചു തരാം. 11,700 താഴെ മാർക്കറ്റ് പോയെന്ന് കരുതുക. 11,700 താഴെ മാർക്കറ്റ് 11,600 പോയി. ഇവിടെ യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല. എനിക്ക് കിട്ടിയ പ്രോഫിറ്റ് ഇത്ര തന്നെയാണ്. വീണ്ടും മാർക്കറ്റ് 500 പോയി. അപ്പോഴും ഇവിടെ യാതൊരു മാറ്റവും വരുന്നില്ല. ഇനി വളരെയധികം താഴെ പോയെന്ന് വിചാരിക്കുക, അപ്പോഴും മാറ്റമില്ല. അതായത് മാർക്കറ്റ് ഇവിടെ എത്ര താഴെ പോയാലും എനിക്ക് കിട്ടാവുന്ന മാക്സിമം തുക എന്ന് പറയുന്നത് എൻ്റെ ഈ പ്രീമിയം മാത്രമാണ്. ഇനി മുകളിലേക്ക് പോയാൽ നോക്കാം. മുകളിലേക്ക് പോയത് നമ്മൾ ട്രേഡ് ചെയ്തത് 11,700 നമ്മൾ ട്രേഡ് ചെയ്തത്. 11,750 എന്ന് കരുതുക. 50 പോയിന്റ് മാർക്കറ്റ് മുകളിൽ പോയി. ഉണ്ടോ? എനിക്ക് കിട്ടിയതിൽ നിന്ന് കുറച്ച് കാശ് തിരിച്ചു കൊടുക്കേണ്ടി വന്നു. ഇനി 11,800 പോയെന്ന് കരുതുക. അതായത് 100 പോയിന്റ് മുകളിൽ പോയി. അപ്പോൾ 15,000 ചില്ലാനും കിട്ടിയതിൽ എനിക്ക് കൊടുത്ത് ബാക്കി ഇത്രയായി പ്രോഫിറ്റ്. ഇനി ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് എടുത്ത് 11,900 എത്തിയെന്ന് കരുതുക. നോക്കൂ, അപ്പോൾ എനിക്ക് 735 രൂപയാണ് പ്രോഫിറ്റ്. അപ്പോഴും പ്രോഫിറ്റാണ്. ഞാൻ ട്രേഡ് ചെയ്ത് തന്നവർക്ക് ഞാൻ വിചാരിച്ചതിന് വിപരീതമായിട്ട് 200 പോയിന്റ് മാർക്കറ്റ് പോയി. എന്നിട്ടും ഞാൻ നഷ്ടത്തിലല്ല.
ഇനി ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് കഴിഞ്ഞതിന് ശേഷം 11,950 ആയെന്ന് കരുതുക. കണ്ടോ, എനിക്ക് നഷ്ടം തുടങ്ങി ഇവിടെ. ഇനി ഇവിടുന്ന് എത്ര മുകളിലേക്ക് പോകുന്നോ എൻ്റെ നഷ്ടം കൂടിക്കൊണ്ടേയിരിക്കും. 950 പോയി 12,000 നഷ്ടം കൂടി 12,150 നഷ്ടം കൂടുന്നുണ്ടല്ലേ. ഇനി ഇതിങ്ങനെ എത്ര കൂടി പോകുന്നോ മുകളിൽ പോകുന്നതോറും എൻ്റെ നഷ്ടം കൂടും. ഇതാണ് അൺലിമിറ്റഡ് ലോസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു കോള് സെല്ല് ചെയ്യുമ്പോൾ നമുക്ക് വിപരീതമായിട്ട് പോയി കഴിഞ്ഞാൽ അൺലിമിറ്റഡ് ലോസും നമുക്ക് ലിമിറ്റഡ് പ്രോഫിറ്റുമാണ്. അതാണ് ഷോർട്ട് കോൾ എന്നുള്ളത്. ഒരു ഡാറ്റ പോയിന്റിൽ ഞാനിവിടെ വിശദീകരിച്ചെന്നുള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു.